കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ജീവനക്കാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സയ്ക്കെത്തിയവർ ആശുപത്രിയിൽ അതിക്രമം നടത്തിയിരുന്നു. ജീവനക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി ഉറപ്പു നൽകി. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ചികിത്സയ്ക്കെത്തിയ 2 യുവാക്കൾ തമ്മിൽ ആശുപത്രിയിൽ വെച്ച് സംഘർഷമുണ്ടായി. ഡ്യൂട്ടി ഡോക്ടറെ ഇവർ അസഭ്യം പറയുകയും ചെയ്തു. സംഘർഷത്തിൽ അത്യാഹിത വിഭാഗത്തിലെ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തൊട്ടു പിന്നാലെ ഞായറാഴ്ചയും സമാന സംഭവം ആവർത്തിച്ചു. ഇതോടെയാണ് ജീവനക്കാർ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധിച്ചത്. ആശുപത്രിയുടെ മുന്നിൽ പ്രതിഷേധ യോഗം ചേർന്ന ജീവനക്കാർ പോലീസ് സ്റ്റേഷൻ മാർച്ചും നടത്തി. സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് പോലീസ് എയ്ഡ് പോസ്റ്റ് ആശുപത്രിയിൽ ഉടൻ സ്ഥാപിക്കണമെന്നായിരുന്നു ജീവനക്കാരുടെ ആവശ്യം. എല്ലാവരുമായിട്ട് ആലോചിച്ച ശേഷം ആ സാമ്പത്തികം എങ്ങനെ ഉണ്ടാകണമെന്നുള്ളതും കൂടെ നോക്കിയിട്ടുണ്ട്. ബ്ലോക്കിന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഫണ്ട് നമ്മളിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഈ പൈസ മാറുന്നില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ 34 ലക്ഷം രൂപ ഹോസ്പിറ്റലിൻ്റെ മാറിയെടുത്തത്. അപ്പോൾ അങ്ങനെയും പ്രശ്നം ഉണ്ടാകുന്നില്ല. അത് വന്നപ്പോഴാണ് പിന്നെയും നമുക്ക് കൃത്യമായിട്ട് സാലറി പോലും കൊടുക്കാൻ പറ്റുന്നത്. ആശുപത്രി സൂപ്രണ്ടുമായി ഡിവൈഎസ്പിയും ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നടത്തിയ ചർച്ചയിൽ ജീവനക്കാർ മുന്നോട്ട് വെച്ച ആശങ്കകൾ പരിഹരിക്കാമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി ആശുപത്രി സൂപ്രണ്ടിനെ അറിയിച്ചു. അതുവരെ ഡിവൈഎസ്പിയുടെ സ്ട്രൈക്കർ ബസ് ആശുപത്രി പരിസരത്ത് നിർത്തിയിടും. ജനം, കൊല്ലം.